ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. കൊറോണ വ്യാപനം സംബന്ധിച്ച ആശങ്കകളും ആകുലതകളും നിലനിൽക്കെ നിബന്ധനകളും ശക്തമാക്കുകയാണ്. ആയതിനാൽ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ അറിയാതെ പോകരുത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. COVID-19 വ്യാപനം തടയുന്നതിന് ദുബായിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. രോഗബാധ കുറയാതെ നിലനിൽക്കുന്നതിനെ തുടർന്നാണ് ബലിപ്പെരുന്നാൾ തിരക്ക് മുന്നിൽ കണ്ട ദേശീയ ദുരന്ത നിവാരണ സമിതി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. പള്ളികൾ കൂടാതെ പരമ്പരാഗത ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്ക് അനുവാദം നൽകിയതിനാൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ നിരീക്ഷിക്കുന്നതായിരിക്കും. ഈ മാസം 20-നാണ് ബലിപ്പെരുന്നാൾ. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട നിബന്ധനകൾ ഇപ്രകാരമാണ്. കൂടിയത് 15 മിനിറ്റാണ് ബലിപ്പെരുന്നാൾ നമസ്കാരം. പള്ളികളിലെ COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ വിശ്വാസികൾ കർശനമായും പാലിക്കണം. പള്ളികളും മുസല്ലകളും പ്രാർത്ഥനയ്ക്ക് 15 മിനിറ്റ് മുമ്പ് മാത്രമായിരിക്കും തുറക്കുക. പ്രാർത്ഥന കഴിഞ്ഞയുടൻ അടയ്ക്കുകയും ചെയ്യും. പ്രാർത്ഥന കഴിഞ്ഞ് പരസ്പരം ആലിംഗനം ചെയ്തുള്ള സ്നേഹ സൗഹൃദ പ്രകടനം പാടില്ല. പ്രാർത്ഥനയ്ക്ക് മുമ്പോ ശേഷമോ ആളുകൾ കൂടിച്ചേരുന്നതും വിലക്കിയിരുന്നു. 12 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലുള്ളവർ സ്വന്തം വീടുകളിൽ പ്രാർത്ഥന നിർവഹിക്കണമെന്ന് നിർദ്ദേശിച്ചു. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരെ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാൻ അനുവദിക്കില്ല. പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ സ്വന്തം മുസല്ല കൊണ്ടുവരണം. സാമൂഹിക അകലം പാലിച്ചു വേണം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ. ശുചിമുറി, ഉളിവെടുക്കാനുള്ള സ്ഥലം, വാട്ടർ ഡിസ്പെൻസർ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പൊതുവിവരങ്ങളും നിബന്ധനകളും ഇങ്ങനെ. ജൂൺ 6 മുതൽ 1 മാസത്തേക്ക് തത്സമയ വിനോദ പരിപാടികൾ അനുവദിക്കും. ഇത് പിന്നീട് നീട്ടി നൽകിയേക്കും. ഹോട്ടലുകളിൽ മുഴുവൻ ആളുകളെ പ്രവേശിപ്പിക്കാം. വിനോദ കേന്ദ്രങ്ങളിൽ 70% പേർക്കായി പ്രവേശനം വർദ്ധിപ്പിച്ചു. വിവാഹങ്ങൾക്ക് വിവിധ മേഖലകളിലും ഹോട്ടലുകളിലും 100 പേർക്ക് പങ്കെടുക്കാം. അതിഥികളും ജീവനക്കാരും വാക്സിൻ എടുത്തവരായിരിക്കണം. വീടുകളിലെ വിവാഹത്തിന് ഏറ്റവും കൂടിയത് 30 അതിഥികളെ മാത്രമേ അനുവദിക്കൂ. സ്വകാര്യ ഹൈസ്കൂളുകളിലെ ബിരുദദാന ചടങ്ങുകൾക്ക് അനുവാദം നൽകി. ഒരു മേശയ്ക്ക് ചുറ്റും 10 പേരെയും കഫേകളിൽ 6 പേരെയും അനുവദിക്കും. സംഗീത പരിപാടി, കായിക പരിപാടികൾ, മറ്റു പരിപാടികൾ എന്നിവ നടത്താം. എന്നാൽ പങ്കെടുക്കുന്നവരും ജീവനക്കാരും വാക്സിൻ എടുത്തിരിക്കണം. വലിയ പൊതുപരിപാടികളിൽ ഇൻഡോർ വേദികളിൽ കൂടിയത് 1500 പേരെയും തുറസായ സ്ഥലങ്ങളിൽ 2500 പേരെയും അനുവദിക്കും. പൊതു സ്വകാര്യ കൂട്ടായ്മകളിൽ മാസ്ക് നിർബന്ധമാണ്. 2 മീറ്റർ സാമൂഹിക അകലവും പാലിച്ചിരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.